ഹായ് അമ്മി, കുട്ടനാടൻ മോൺസ്റ്റർ ഇഷ്ടമായി വരുന്നുണ്ടോ? കൂടുതൽ പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നാൽ നമുക്ക് മൂന്നാമത്തെ പാർട്ടിലേക്കൊന്ന് പോയാലോ? കാരണം നിനക്കറിയില്ല? ഇല്ലെന്നേ. ഇതാണ് കാരണം. അവൻ ഒരു പേപ്പർ പാക്കറ്റ് എടുത്ത് അവളെ കാണിച്ചു. അത് തുറന്നു നോക്കിയ അവൾ ഞെട്ടി സ്തംഭിച്ചു. ഏട്ടാ, ഈ ഫോട്ടോസ് ഞാൻ അറിയാത്ത കൊണ്ടാണെന്ന് ഏട്ടനറിയാം. അത് മറന്നേക്കൂ ഏട്ടാ. അതിനൊന്നുമില്ല. ഞാൻ ഒരു കുസൃതി കാണിച്ചപ്പോൾ അയാൾ കുളത്തിൽ വീണു. രക്ഷിക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഞാനും വീണു. അയാൾ എന്നെ രക്ഷിച്ചു. 2 പേർക്കും മിസ്റ്റേക്ക് വന്നതാണ്. അല്ലാതെ അപ്പോഴേ പിക്സ് ആരെടുത്തു അറിയില്ല. അവിടെ ആരും ഇല്ലായിരുന്നു. പക്ഷെ അയാളുടെ കയ്യിൽ ക്യാമറ ഉണ്ടായിരുന്നു. ക്യാമറ കാണുന്നില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോന്നപ്പോൾ അയാൾ ബഹളം വെക്കുന്നത് ഞാൻ കേട്ടിരുന്നു. പക്ഷെ ഞാനത് മൈൻഡ് ചെയ്തില്ല. എങ്കിലാരോ പണിതാ. നീ കുറച്ചുകൂടെ ശ്രദ്ധിക്കണം. നടന്ന കഥകളൊക്കെ അറിയാലോ. ചേച്ചിയുടെ അവസ്ഥ നിനക്ക് വന്നാൽ അത് ഞങ്ങളാരും താങ്ങില്ല. അവനാരാ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഞാൻ തെറ്റിയില്ല ഏട്ടാ, സത്യം. പിറ്റേന്ന് കാലത്ത് ആരും അറിയാതെ അവൾ റിസോർട്ടിൽ വന്നു അവനെ കാണാൻ. എന്നാൽ അവൻ വെക്കേറ്റ് ചെയ്തു എന്ന് അറിയാൻ സാധിച്ചു. അവൾക്ക് മനസ്സിൽ ഒരു ദുഃഖം തോന്നി, സംശയവും. കുറച്ച് ദിവസത്തേക്ക് അവൾ വല്ലാതെ ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നെ കാവിൽ പൂരം തുടങ്ങി. എല്ലാവരും പൂരത്തെ വരവേൽക്കാൻ തുടങ്ങി. കുടുംബക്ഷേത്രത്തിന് ചുറ്റുമുള്ള കാടുകളൊക്കെ തെളിക്കണം. ക്ഷേത്രത്തിലെ അറ്റകുറ്റപ്പണികൾ ചെയ്യണം. നിലവിളക്കുകൾ, തളികകൾ, കിണ്ടി, താലം മുതലായവ തേച്ചു മിനുക്കണം. അവൾ ഭയങ്കര ദുഃഖത്തിലായിരുന്നു. കൂട്ടുകാർ വന്ന് വിളിച്ചു. നമ്മു, എടി, ഉത്സവത്തിന് സാരി എടുക്കണ്ടേ? ഇപ്പോഴേ എടുത്താലേ ഉള്ളൂ ബ്ലൗസൊക്കെ കിട്ടത്തുള്ളൂ കേട്ടോ തയ്ച്ച്. നീ ഇങ്ങോട്ട് വന്നേ. ഞാൻ വരുന്നില്ല. എനിക്കൊരു വാടാമല്ലി നിറത്തിലുള്ള നേരത്തെ കരയുള്ള ധാവണി എടുക്കണം. നിങ്ങൾ വാങ്ങിയാൽ മതി. ഞാൻ വരുന്നില്ല, നിങ്ങൾ പോയിക്കോ. പറ്റില്ല എന്നും പറഞ്ഞ് കൂട്ടുകാർ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോയി. കവല എത്തിയപ്പോൾ ചായക്കടക്കാരൻ കളിയാക്കി. അയ്യോ, ഇതെന്താ, വായടിക്ക് പനിയാണോ? വായ തുറക്കണേ ഇല്ല. അറിയില്ല, കാലത്തെ ഇങ്ങനെയാ, ഒരു കൂട്ടുകാരി പറഞ്ഞു. അല്ലല്ല, കുറച്ച് ദിവസമായി ഇങ്ങനെയാ, മറ്റൊരു കൂട്ടുകാരി പറഞ്ഞു. വള്ളത്തിൽ കയറി. കടത്തുകാരൻ ചോദിച്ചു, കുറുമ്പിക്ക് എന്താ മൗനം? ഒന്നുമില്ല. വള്ളം കരയ്ക്കെടുത്തു. അവരിറങ്ങി. അവർ കടവത്ത് കയറി നടന്നു തുടങ്ങിയപ്പോഴേക്കും വള്ളം തിരിച്ചുപോയി. ചേട്ടാ, ഒന്ന് നിൽക്കണേ, ആള് കയറാനുണ്ട്. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്ത് ഒരു വല്ലാത്ത പ്രകാശം തന്നെയായിരുന്നു. ജൂനി തിരിച്ചെത്തി. അവളുടെ മുഖത്തെ ആ മാറ്റവും സന്തോഷവും ഒക്കെ കൂട്ടുകാരികളും ശ്രദ്ധിച്ചു. ഫോട്ടോഗ്രാഫർ നിക്ക്, പോവല്ലേ, നിക്ക്. നമ്മു, വള്ളം എടുത്തു. ഞാൻ റിസോർട്ടിലുണ്ടാവും, പോരൂ, കാണാം. അവൾ ചിരിച്ചുകൊണ്ട് തുണിക്കടയിലേക്ക് പോയി. നല്ല വസ്ത്രങ്ങളൊക്കെ അവൾ തിടുക്കത്തോടെ തിരഞ്ഞെടുക്കുന്നത് കണ്ടപ്പോഴേ കൂട്ടുകാരികൾക്ക് എന്തോ ഒന്ന് കത്തിയിട്ടുണ്ട്. ചേരുന്ന കുപ്പിവളയും കമ്മലും ഒക്കെ വാങ്ങി. അപ്പം ഇതായിരുന്നു ദുഃഖം. അതിനെ മാറി. ഒരു കൂട്ടുകാരി പറഞ്ഞു, നമ്മു, ഇളക്കം വേണ്ടാട്ടോ. നിന്റെ ഏട്ടന്മാരറിയാലോ. നിന്നോടുള്ള സ്നേഹം നിന്റെ കൊച്ചേട്ടനങ്ങ് മറക്കുവേ. കൊച്ചേട്ടൻ്റെ കാര്യത്തിൽ എന്താ ശ്രദ്ധ. ഈ നാട്ടിലെ ഏക ഉമ്മച്ചിക്കുട്ടിക്ക് നിന്റെ കൊച്ചേട്ടൻ്റെ മേലെ ആ കണ്ണ്. ഹയ്യടി, കാണാം, ഇപ്പോൾ കിട്ടും. അല്ല, നീ എന്തിനാ കൂടെ വന്നേ? നിങ്ങൾക്കെന്ത് പൂരം? പെരുന്നാളിന് ഇവളുടെ ഒരു ജാടയൊന്ന് കാണണം. ഫുൾ ടൈം വീട്ടിൽ. അവിടെ ബന്ധുക്കളും ഉപ്പാപ്പായും കൊച്ചാപ്പായും അമ്മായും എല്ലാം കൂടെ ആഘോഷം. നമ്മുടെ അടുത്തേക്ക് പോലും വരില്ല. പൂരം കൂടിയപ്പോൾ വന്നേക്കാം ഇങ്ങോട്ട്. പൊടി, നമ്മുടെ നാട്ടിലെ പൂരം. ഞങ്ങളുടെ കുടുംബത്ത് അങ്ങനൊന്നുമില്ല. എൻ്റെ വാപ്പ നല്ല സോഷ്യലിസാ. വേഷം കെട്ടെടുക്കല്ലടി മോളെ. ഇവളുടെ ഏട്ടൻ്റെ തല വാപ്പാടെ ഇറച്ചിക്കടയുടെ മുന്നിൽ ഇളിച്ചോണ്ടിരിക്കും. ഞായറാഴ്ച പോത്തിൻ്റെ തല ഇരിക്കുന്ന പോലെ. പെരട്ടെ, കരുനാക്ക് വളയ്ക്കാതെ. എൻ്റെ ഏട്ടനെ പറ്റിയാ പറയുന്നത്. ഒന്നും തന്നാലുണ്ടല്ലോ. എടി രാധു, സന്ധ്യയ്ക്ക് ദീപാരാധനയ്ക്ക് വരില്ലേ? വരണം കേട്ടോ, ഞാനുണ്ടാവും. പിന്നെ മഞ്ഞപ്പട്ടുപാടി ഇടുവോ? ഞാനും ഇതിരട്ടോ. എന്താ ഊർജം. സന്ധ്യയ്ക്ക് ക്ഷേത്രത്തിൽ വന്നപ്പോൾ അവൾ അവനെ ഒരുപാട് തേടി. ആൾക്കൂട്ടത്തിനിടയിലെല്ലാം അവൾ കണ്ണോടിച്ചു. അവനെ കണ്ടില്ല. ഇന്ന് എവിടെ പോയി? കോന്തൻ ക്യാമറ തൂക്കിയെടുത്ത് ഊരുന്നുണ്ടായിരിക്കും. ഇവിടെ പോയി? ഇവിടെ ഇല്ല. നിന്നോട് ആരാ ചോദിച്ചേ? അല്ല, നിൻ്റെ ഈ തിടക്കവും മനസ്സിൽ പറയുന്നതൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. എന്ത് കേൾക്കുന്നുണ്ട്? പോ ആ സൈഡിൽ പോയി തിരികെ എത്തിക്കും, പൊടി. കൂട്ടുകാരിയും അമ്മയും തിരിച്ചുപോയി. ഇവൾ ഒറ്റയ്ക്ക് ഒരിടവഴി ഇങ്ങനെ നടന്നു വരികയായിരുന്നു. എവിടെ പോയി കിടക്കുകയാണോ പൊട്ടൻ? എത്ര നേരം കാത്തിരുന്നു, ഇതുവരെ കണ്ടില്ല. ആരെ കാണാത്ത കാര്യമായി പറയുന്നേ? ഇതാര്? ശ്രീയേട്ടനോ? അറിയാവോ?
വന്നിട്ട് 3 ദിവസമായി. തെക്കിടത്ത് ചായ്പിലുണ്ടായിരുന്നു. പനിയായിട്ട് ഒരു ഗ്ലാസ് ചൂടുവെള്ളം തരാൻ പോലും നീ അവിടെ വന്നില്ല കേട്ടോ. അത് ഞാൻ പൂരത്തിൻ്റെ തിരക്കൊക്കെ അല്ലേ, കൂട്ടുകാരായിട്ട് പരിപാടിയുടെ പ്രാക്ടീസ്. തിരക്കാണെന്നറിയാം, ഭരത്തന്മാരുടെ കൂടെ കുളിയും കളിയും ഒക്കെ ആയിട്ട്. ഛേ, വെറുതെ അനാവശ്യം പറയരുത്. ഞാനല്ല, നിൻ്റെ ഏട്ടന്മാരാ പറഞ്ഞത്. ശ്രീയേട്ടൻ ഇപ്പം എന്താ വേണ്ടത്? കൊല്ലം 5-6 എനിക്ക് വേണ്ടത് ഞാൻ ചോദിക്കുന്നുണ്ട്. എല്ലാവരും തയ്യാറാ, നിൻ്റെ ഏട്ടന്മാരും അമ്മയും എല്ലാവരും. പക്ഷെ നീ തയ്യാറല്ലല്ലോ. ഇല്ല, തയ്യാറല്ല, ഞാൻ പോന്നു. ഹാ, നിൽക്കവിടെ. അവൻ അവളുടെ കൈക്ക് കയറി പിടിച്ചു. വിട് ശ്രീയേട്ടാ, വിട്, എൻ്റെ കയ്യിൽ നിന്ന് വിട്. ഞാൻ ഏട്ടനോട് പറഞ്ഞു കൊടുക്കും. നന്ദിനി, കയ്യിൽ നിന്ന് വിടാൻ.